ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ രാവിലെ വിട്ടടിച്ച് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളമാവിലേക്കാണ് കേട്ടോ. ഇന്ന് ആമീനെ കാണാനുള്ള ദിവസമായിരുന്നേ. അതുകൊണ്ട് ഞാനും ചേട്ടായിട്ട് വിചാരിച്ചു ഇന്നെങ്കിൽ പോയേക്കാന്ന്. അപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം ഞങ്ങൾക്ക് പോകാനൊത്തില്ല. ചേട്ടായിക്ക് ഓഫീസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെങ്കിൽ പോയേക്കാന്ന് വിചാരിച്ചു. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പോയി കേട്ടോ. 9:30 തൊട്ടാണ് അവിടെ കാണാനുള്ള സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ആമാച്ചന്. എല്ലാ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴേ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും കേട്ടോ. കപ്പയും ചിക്കനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്. അവിടെ പോയിരുന്ന് കഴിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോരാറ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളോട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ PT ഒക്കെയാണ്. അപ്പോൾ അതിനുള്ള സമയം കിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ കൊച്ചിന് യോഗ മാറ്റും അതുപോലുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ എക്സാം എഴുതുന്നത്. ഇവിടെ 6ലേക്കുള്ള അഡ്മിഷനാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 12ാം ക്ലാസ് വരെയുള്ള ഫുൾ ചിലവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് കേട്ടോ. ബുക്കും പുസ്തകവും യൂണിഫോമും സഹിതം എല്ലാം അവർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്കങ്ങനെ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അവർ തന്നെയാണ് എല്ലാ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കൊടുക്കാറാണ് കേട്ടോ ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയും മീനും പാലും ഇറച്ചിയും എല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ. ഹെൽത്തി ഫുഡ് തന്നെയാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കപ്പയും മീനും ഒക്കെ ഇച്ചിരി ഉണ്ടാക്കിക്കൊണ്ട് പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അത് അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ പിള്ളേർക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ. എല്ലാവരും ഒന്നിനൊന്നിനും ബെസ്റ്റാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 80% മണ്ടയിലുള്ള കുട്ടികളാണ് കേട്ടോ ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത് തന്നെ. അപ്പോൾ അവരെല്ലാവരും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് പഠിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ആമി ഇവിടെ ചേരാൻ പോയപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറി നിന്നിട്ടില്ല. ഒരുപാട് നാളങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പോൾ ഇനി നമ്മളെല്ലാവരും കാണാൻ നിൽക്കുമോ അതോ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ ഞങ്ങൾ ടെൻഷനായിരുന്നു. പക്ഷേ പിന്നത്തെ വെക്കേഷൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. ഭയങ്കരമായിട്ട് പക്വതയായിട്ടോ. എല്ലാ കാര്യത്തിലും അവനവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനും എന്ത് കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ പക്വതയിലാണ് കേട്ടോ അവളിപ്പോൾ ചെയ്യുന്നത്. അത്രയും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് എല്ലാ കാര്യങ്ങളും അവൾ തന്നെ പറയാറുണ്ട്. എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു സീറ്റാണ് കേട്ടോ അത്. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് 2 മാസം വെച്ചു അതുപോലെ ഇരുന്ന് പഠിച്ച് അവൾ ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയൊരു സീറ്റായിരുന്നു കേട്ടോ അവിടുത്തെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു പോകാനും അവിടെ നിൽക്കാനും എപ്പോഴും അവൾക്ക് താല്പര്യമാണ്. പിന്നെ കുറേ നാൾ വെക്കേഷനൊക്കെ വന്ന് നിന്നിട്ട് പോകുമ്പോഴത്തേക്കാണ് ഒരു വിഷമം. അന്നേരം പറയും എനിക്ക് പോകാൻ മടിയാവുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ തന്നെ അവൾക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ആ സ്കൂളിലെ ആൾക്കാരെയും പിള്ളേരെയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. നല്ല മഞ്ഞും നല്ല തണുപ്പുമാണ് കേട്ടോ. അവരോട് സ്വെറ്റർ ഇടുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾ സ്വെറ്റർ ഒന്നും ഇടാറില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവരതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. നമ്മളാണെങ്കിൽ സ്വെറ്ററൊക്കെ ഇട്ടതേ മൂടി പൊതിച്ച് സുമ്പടൂനൊന്നും സ്വെറ്ററിനകത്ത് പൊതിഞ്ഞ് കാണത്തുമില്ല കേട്ടോ. അതുപോലാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് മഞ്ഞൊക്കെ പറക്കുന്ന പോലെ ഇങ്ങനെ കാണാൻ കേട്ടോ. നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ക്ലാസ് PT പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം പോയത് ക്ലാസ്സിലേക്കാണ്. ക്ലാസ് PT പങ്കെടുത്തു ആദ്യം പോയി. അങ്ങനെ ഞങ്ങൾ PT കഴിഞ്ഞ് വെളിയിലിറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ തന്നെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകണ്ടെന്ന് മെസ്സേജ് കണ്ടുകൊണ്ട് ഒന്നും ഉണ്ടാക്കിക്കൊണ്ടും വന്നില്ലായിരുന്നു. സ്നാക്സ് മാത്രമാണ് കേട്ടോ നമ്മളാകെപ്പാടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞെങ്കിൽ നമുക്ക് അടുത്തുള്ള കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയി അപ്പം വാങ്ങിച്ചു, പോത്തുകറിയും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇവിടെ തണുപ്പായതുകൊണ്ട് കറിയൊക്കെ അങ്ങോട്ട് തണുത്ത് പോകും കേട്ടോ. പെട്ടെന്ന് തന്നെ തണുത്ത് ഐസ് കട്ട പോലെ ഇരിക്കും കേട്ടോ. ഇതിനകത്ത് നെയ്യെല്ലാം അങ്ങോട്ട് ഉറച്ചിരിക്കും. പിന്നെ പെട്ടെന്ന് ചടപടേന്ന് വാരിയൊക്കെ കൊടുത്ത് പെട്ടെന്ന് കഴിപ്പിച്ചു കേട്ടോ. അയ്യോ ഇരിക്കുന്നേ അയ്യോ ഇരിക്കുന്നേ ഇരിക്കുന്നേ.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞു കേട്ടോ. 1 മാസത്തെ വിശേഷം ഉണ്ട് കേട്ടോ ആമിക്ക് എപ്പോഴും പറയാനായിട്ട്. ആ വിശേഷം പറഞ്ഞാലും തീരില്ല കേട്ടോ. ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് എപ്പോഴും നിൽക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുവിടണം. സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹോസ്റ്റലിൽ കയറേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതേ താഴോട്ട് പോകാൻ കേട്ടോ. ഇതെല്ലാം ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ, മെസ്സും ഹോസ്റ്റലും സ്കൂളും എല്ലാം കൂടെ. ഞാൻ കൊണ്ടോ ഞാൻ വരത്തില്ല ഞങ്ങൾ പോവാണ്. നന്നായിട്ട് പിടിക്കണേ കേട്ടാ.